ഹലോ, ഇപ്പം രാത്രി 11 മണിയായി. അപ്പോൾ നമുക്ക് മുട്ടച്ചോറ് ഉണ്ടാക്കി തിന്നാലോ. ഈ ക്യാൻഡിൽ കത്തിച്ച് വെച്ചാൽ പല രീതിയിൽ ഒരു താത്ത പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഈ തക്കാളിയും കൂടെ എടുത്തിട്ട് അതുകൂടെ കുനുകുനാന്നരിഞ്ഞ് മാറ്റി വെക്കണം. എന്നിട്ട് കൂട്ടത്തിൽ ഏറ്റവും വലിയ പാനെടുത്ത് അങ്ങോട്ട് വെക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള എണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക. പിന്നെ ഞാൻ കുറച്ച് വറ്റൽമുളകും ഇട്ട് തിരിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ആ മാറ്റി വെച്ച സവോളയും കൂടി ഇട്ടൊന്ന് വഴറ്റണം. അപ്പോൾ കുറച്ച് സോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ടത് മൂടി വെച്ച് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും മുട്ട ഞാൻ ചിക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഇട്ടൊന്ന് സോട്ട് ചെയ്യണം. സോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് വെന്ത് സെറ്റായി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് എണ്ണയും കൂടെ തൂവി കൊടുക്കണം. ആ എല്ലാം കൂടെ മിക്സ് ചെയ്ത ചോറിനെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ആഹാ, അന്തസ്.